എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്ന റയൽ മാഡ്രിഡിന്റെ ഈ ഒരു സീസണിലെ ലാ ലീഗത്തെ ഫസ്റ്റ് ഗെയിം ആയിട്ടുള്ള മallorca vs റയൽ മാഡ്രിഡ് മത്സരത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു റിസൾട്ടാണ് ഈ ഒരു മത്സരത്തിൽ റയൽ മാഡ്രിഡിന് നെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് മല്ലോർക്കന്റെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ച്, അതായത് റയലിന്റെ എവേയിൽ വെച്ച് 1-1 എന്നുള്ളൊരു സ്കോറിനാണ് ഈ ഒരു മത്സരം എൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ റയലിന്റെ സ്ക്വാഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഡെപ്തിലായിരുന്നു റയൽ മാഡ്രിഡ് ഈ ഒരു കളിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നല്ല രീതിയിൽ തന്നെ ഒരു മത്സരം സ്റ്റാർട്ട് ചെയ്യാനും റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 13-ാമത്തെ മിനിറ്റിൽ തന്നെ റോഡ്രിഗോയിലൂടെ ആ ഒരു എംബാപ്പിയും വിനീഷ്യസും ബെല്ലിങ്ങാമും വാൽവർദിയും എല്ലാവരും ടച്ച് ചെയ്ത ഒരു ബോൾ പോയി കണ്ട് റോഡ്രിഗോ ഫിനിഷ് ചെയ്യണ ആ ഒരു രംഗമൊക്കെ നമ്മൾ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വേറെ കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എന്തുകൊണ്ടാണ് ഈ ഒരു റയൽ മാഡ്രിഡിന് ഒന്നിൽ കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്യാൻ കഴിയാത്തത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് പിന്നീട് കടന്നു വരാം. ഈ ഒരു മല്ലോർക്കൊക്കെ വേണ്ടി സ്കോർ ചെയ്തിട്ടുള്ളത് മുഴുക്കി എന്ന് പറയുന്ന അവരുടെ സ്ട്രൈക്കറാണ്. ആ ഒരു ഗോൾ വരുന്നത് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ 53-ാമത്തെ മിനിറ്റിലാണ്. ആ ഒരു ഗോൾ വന്നതിന് ശേഷം റയൽ മാഡ്രിഡിന് കുറേ ടൈം ഉണ്ടായിരുന്നു കംബാക്ക് വരാൻ. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് റയലിൻ്റെ ഒരു കംബാക്ക് ആയിരുന്നു. പക്ഷേ മല്ലോർക്ക നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്യണം നമ്മൾ കണ്ടു. അവരുടെ ആ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഡിഫൻസ് തന്നെയാണ് ഒന്നാമത് ഈ റയലിനെ സ്കോർ ചെയ്യാൻ കഴിയാതിരുന്നത്. അതുപോലെ തന്നെ റയലിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയുന്ന സംഭവം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ സാധാരണ റയലിന്റെ പ്ലേയേഴ്സൊക്കെ കുറെ ചാൻസുകൾ കുറെ ഷോട്ടുകൾ ഉതിർക്കാറുണ്ട്. ഇന്നലെ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല. എല്ലാവർക്കും ഷോട്ട് അടിക്കാൻ ഒരു മടി പോലെ ഒരു ഫീലിങ്സ് എനിക്ക് തോന്നി. എന്താണെന്ന് സംഭവം എന്ന് അറിയില്ല. പക്ഷെ ഈ ഒരു സീസണത്തെ ഫസ്റ്റ് ഗെയിമാണ്, ഫസ്റ്റ് ലാലിഗ ഗെയിമാണ്. അപ്പോൾ നല്ലൊരു റിസൾട്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ 1-1 ഡ്രോയിലാണ് അവസാനിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയിൽ റയലിന് ഒരു കളിയുണ്ട്. അപ്പോൾ ഈ ഒരു സീസണത്തെ ലാലിഗത്തെ ഫസ്റ്റ് ഗോൾ റയൽ മാഡ്രിഡിന് വേണ്ടി സ്കോർ ചെയ്തിട്ടുള്ളത് ഈ ഒരു റോഡ്രിഗോ ആണ്. അപ്പോൾ റോഡ്രിഗോന്റെ ഒരു ഫിനിഷിംഗ് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു മത്സരത്തിൽ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനും ഈ ഒരു റോഡ്രിഗോക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 1-1 ഡ്രോ എന്ന് പറയുന്നത് റയലിനെ സംബന്ധിച്ചിടത്തോളം ലാലിഗയിൽ ഇപ്പോൾ ഒരു ഗുഡ് റിസൾട്ടാണ്. അതായത് ടോട്ടലി കഴിഞ്ഞ സീസണത്തെ ലാലിഗ ഈ ഒരു സീസണത്തെ ലാലിഗയും വെച്ച് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 31 ഗെയിംസ് ഇപ്പോൾ റയൽ മാഡ്രിഡ് ലാലിഗയിൽ അൺബീറ്റൺ ആണ്. അതായത് ഈ ഒരു ലീഗിന്റെ ചരിത്രത്തിൽ തന്നെ 3ാമത്തെ ലോങ്സ്റ്റ് അൺബീറ്റൺ റണ്ണാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്ത് പറയുന്ന സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ ഒരു എംബാപ്പെ, വിനീഷ്യസ്, റോഡ്രിഗോ സഖ്യം കണക്ട് ആവുന്നുണ്ടോ? അതിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു മാച്ച് റിവ്യൂ ഒരു ഷോർട്ടായി കണ്ട് ഒരു കമന്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ.